തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്ന് വീണ യുവാവ് മരിച്ചു. ബൈക്ക് വെട്ടിച്ചപ്പോൾ ബസ് കയറിയാണ് യുവാവ് മരിച്ചത്. എൽത്തുരുത്ത് സ്വദേശി ഏബലാണ് മരിച്ചത്. ബിജെപിയുടെ ആവശ്യം മേയർ ഇവിടെ വന്നത് ഇവിടുത്തെ ജനങ്ങളോട് മറുപടി പറയണം. ഈ റോഡ് നന്നാക്കുമെന്നും ഈ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകൾക്ക് എത്ര നഷ്ടപരിഹാരം കൊടുക്കുമെന്നും ഇവിടെ വന്ന് മേയർ മറുപടി പറയണം. ബിജെപിക്ക് സമർപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം മരിച്ച പയ്യന്റെ പേരിലേക്ക് മേയർ ഒന്ന് പോവാൻ പറ്റില്ല. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, സമാനമായ രീതിയിൽ മറ്റൊരിടത്ത് ഇതേപോലെ ഒരു അപകടം ഉണ്ടായിരുന്നു. കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ മറിഞ്ഞു വീഴുകയും ബസ് കയറി യുവാവ് മരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെ തൃശൂരിൽ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. എപ്പോഴായിരുന്നു ഈ സംഭവം? അവിടെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണോ ഉയരുന്നത്? അല്പം മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇതിപ്പോൾ ഈ മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. തൃശൂർ അയ്യന്തോൾ കുരിഞ്ഞാക്കൽ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്നാണ് ഈ ബൈക്ക് ബസ്സിന്റെ അടിയിലേക്ക് പോയി ബസ് കയറിയാണ് ഇവർ മരിച്ചത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഏബലാണ് മരിച്ചത്. കുഴിയിൽ ചാടാതിരിക്കാൻ ബസ് ബൈക്ക് പെട്ടെന്ന് വെട്ടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള വിവരം പോലീസ് അന്വേഷിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും ലഭിച്ചാൽ മാത്രമേ ഇത് കുഴിയിൽ വീണാണോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കാനാകും. എന്നാലും പ്രദേശത്ത് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. കാരണം ഈ സമാനമായ രീതിയിലൊരു അപകടം ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ മാസം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പ്രധാനമായും BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഈ ഒരു അപകടത്തിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഈ ബസ് ജീവനക്കാരുമായി ഈ നാട്ടുകാർ തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് അത് പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അനുനയ നീക്കങ്ങളൊക്കെ നടത്തി വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലാണ്, അതായത് വളരെ തിരക്കുള്ള റോഡാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്ങോട്ടും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ബസ് ജീവനക്കാർ ഇതിനെ ചോദ്യം ചെയ്തതോടെ, അല്ലെങ്കിൽ ഈ ബസ് ജീവനക്കാർ ഈ ഒരു പ്രതിഷേധം ബസ് ജീവനക്കാർക്കെതിരെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഒരു രീതിയിൽ റോഡിൽ ഒരു കയ്യാങ്കളിയിലേക്ക് അല്ലെങ്കിൽ ഒരു വാക്കുതർക്കത്തിലേക്കൊക്കെ കടന്നത്. പ്രദേശത്ത് അത്തരത്തിലൊൊരു പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ തുടരുകയാണ്. പോലീസ് ഇതിൽ അന്വേഷണം നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. എന്നിരുന്നാൽ മാത്രമേ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ എന്താണ് കൃത്യമായിട്ടുള്ള അപകടത്തിന് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് ഇത്തരത്തിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്ന് ലിഡിയ, ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ശോചനീയമായ അവസ്ഥയിലാണോ ആ റോഡുള്ളത്? സമാനമായ രീതിയിൽ മുൻപും ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർ വലിയ പ്രതിഷേധവും പരാതികളും ഒക്കെ പറഞ്ഞതാണ്. ആ ഒരു തരത്തിൽ തന്നെയാണ് ആ പ്രദേശത്തുള്ള റോഡ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ അയ്യന്തോളിൽ തന്നെയായിരുന്നു മുൻപ് ഒരു തവണയും ഇതുപോലെയുള്ള അപകടം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലതവണ നാട്ടുകാർ പരാതി പറയുകയും അതുപോലെ പ്രതിഷേധമൊക്കെ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ടെലിഫോണിൽ ചേരുകയാണ്. അനിലക്കരെ, തൃശൂരിലാണ് വീണ്ടും സമാനമായ രീതിയിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. പക്ഷെ പിന്നാലെ എത്തിയ ബസ് കയറിയിറങ്ങി യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു സമാനമായ ഒരു സംഭവം മുൻപും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഉണ്ടായിരുന്നു. ഇത് തീർത്തും അധികാരികളുടെ അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു മരണം തന്നെയല്ലേ? തൃശൂർ ജില്ലയിലെ റോഡ് ഗതാഗതം പൂർണ്ണമായി സ്തംഭനാവസ്ഥയിലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പല വഴികൾ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ MG റോഡിലുണ്ടായ അപകടം, കുഴിയിൽ വീണ് വെട്ടിയാണ് ബസ് കയറി ആ മരണം ഉണ്ടാകുന്നത്. ഇതിപ്പം സമാനമായ രീതിയിലുള്ള ഒരു അപകട മരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേശീയ പാതയാണെങ്കിലും മണിക്കൂറോളം ബ്ലോക്കിലാണ്. ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. ഗുരുവായൂരിലേക്ക് പോകാനുള്ള തൃശൂർ കുറ്റിപ്പുറം റോഡ് പൂർണ്ണമായും തകരുകയും അതിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള സമാന്തരമായി കടന്നു പോകേണ്ട മുഴുവൻ വഴികളും ഇതേപോലെ തന്നെ ബ്ലോക്കാണ്.
അപ്പൊ സാധാരണക്കാരായ ആളുകൾ കിട്ടാവുന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അവിടെയൊക്കെ ബ്ലോക്കാണ്. ഇത് ഈ ജില്ലയിലെ ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലയിലെ മന്ത്രിമാരുടെയും ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള ആളുടെയും ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഈ വർഷക്കാലത്ത് അല്ലെങ്കിൽ ഇത്രയും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുകയാണ്. അപ്പൊ അത് വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾ എല്ലാവരും തൃശ്ശൂർ ടൗണിലേക്ക് വരുന്ന ആളുകൾ, ജോലിക്ക് വരുന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ അവരുടെ ഉപജീവന മാർഗം തേടി വരുന്ന സമയത്ത് എത്തിപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി വരുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ 100 കണക്കിന് ഉണ്ടാകുകയാണ്. 100. ഇപ്പൊ ഞാനൊരു മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി 12 കിലോമീറ്റർ ചുറ്റിയാണ് ഞാനിപ്പോ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതൊക്കെ സമാനമായ രീതിയിലാണ്. ഈ ജില്ലയിലെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ, നാഥനില്ലാതെ, ഒരു ക്രമീകരണവും ഇല്ലാതെയാണ് ജില്ലയിലെ ഗതാഗതം കടന്നു പോകുന്നത്. ഈ ദേശീയപാതയും സംസ്ഥാന പാതയും മാത്രമല്ല, പ്രാദേശികമായ മുഴുവൻ റോഡുകളും ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷേ പൊതുഗതാഗത മന്ത്രി ഒക്കെ പറയുന്നത് PWD ഒക്കെ അവകാശപ്പെടുന്നത് വലിയ രീതിയിലുള്ള റോഡ് വികസനമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ്. റീലുകളൊക്കെ ആ രീതിയിലാണല്ലോ അനിലക്കരെ. അല്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ അമ്മ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. ഈ വഴിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ ഇതിന്റെ പിടുത്തം വിട്ടുപോയി. കാരണം മഴക്കാലത്തിന് മുൻപായി റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും തീർക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ബഹുമാനായ സുധാകരനെ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ ഇതിനുവേണ്ടി മെയിന്റനൻസിന് വേണ്ടി പ്രത്യേകമായ വകുപ്പുണ്ടാക്കി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ MLA-മാരായ ആളുകൾ അന്ന് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റോഡുകളുടെയൊക്കെ കുഴികളൊക്കെ അടച്ചിരുന്നതാണ്. ഇതിപ്പോ അതിനൊന്നും സംവിധാനമില്ല. ആർക്കും തോന്നിയ പോലെയാണ്. പൊതുഗതാഗത മന്ത്രിക്കും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ കയ്യിലൊന്നല്ല നിൽക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് കടന്നുപോയി കഴിഞ്ഞു. ഇനി ഇവരെ കൊണ്ടൊന്നും ചെയ്തു തീർക്കാൻ കഴിയില്ല. ഇവര് മാറി പുതിയൊരു സംവിധാനം വരാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരി, നന്ദി ശ്രീ അനിലക്കരെ പ്രതികരിച്ചതിന്. ഇപ്പോൾ സ്ഥലത്ത് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അവിടെ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലടക്കം അവിടെ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധമാണ് നടന്നു വരുന്നത്. ഇന്ന് രാവിലെയാണ് ദാരുണമായ അപകടമുണ്ടായത്. തൃശൂരിലെ റോഡിൽ അവിടെ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി യുവാവ് ബൈക്ക് വെട്ടിക്കുകയായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിന് മുകളിലേക്ക് ബസ് കയറി ഇറങ്ങിയാണ് അപകടമുണ്ടായത്. മരണമുണ്ടായത് എൽത്തുരുത്ത് സ്വദേശിയായ ഏബിലാണ് മരിച്ചത്.